ഞങ്ങൾ മൂന്നാറിൽ നിന്ന് മറയൂരിൽ നിന്ന് തിരിച്ച് പോരുകയാണ്. അവിടെ ഒരു പെട്രോൾ പമ്പിൻ്റെ ഒക്കെ ഒരു കാഴ്ചയുണ്ട്. പിന്നെ കുറേ അങ്ങ് അകലെയായിട്ട് കുറേ മലനിരകളുടെ കാഴ്ചകളാണ് ഇവിടുത്തെ ഏറ്റവും. ഇവിടെ ഒരു പ്രത്യേകത ഉള്ളത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സാധാരണ ഞാൻ പലപ്പോഴും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്, മൂന്നാറിൽ നിന്ന് വരുമ്പോൾ ചിലപ്പോൾ മൂന്നാറിലൊക്കെ തുള്ളിക്ക് ഒരു കൂടം പോലെ പെയ്യുന്ന മഴയായിരിക്കും. ഒരു പക്ഷേ ഒരു 50% ചാൻസേ ഉള്ളൂ ഈ മറയൂർ ചന്ദന കാടുകളാണ് ഇത് നമ്മൾ കടന്നു പോന്നുകൊണ്ടിരിക്കുന്നത്. ചന്ദന മരങ്ങളുടെ ഒരു കാഴ്ചകൾ വളരെ മനോഹരമാണ്. ഇതാണ് മറയൂരിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയാം. കാരണം ഇത്രയും സ്വാഭാവികമായിട്ടുള്ള ചന്ദനമരങ്ങൾ ലോകത്ത് തന്നെ വേറെ ഒരിടത്തും ഇല്ല എന്നുള്ളതാണ്. കാരണം ആ ചന്ദനമരത്തിന് വളരാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ഈ ഒരു പ്രദേശത്ത് നിന്നുള്ളതാണ്. ഏതായാലും അവിടെ നിന്ന് പോന്നിരിക്കുന്നു. വീണ്ടും അവിടെ കുറേ ഇത്തരത്തിൽ കുടിയേറ്റക്കാർ അങ്ങനെയുള്ള അവിടെ ഉള്ള ആൾക്കാരുടെ കുറേ സ്ഥലങ്ങളുടെ കാഴ്ചകളുണ്ടായിരുന്നു. വീണ്ടും കുറച്ച് ചന്ദനമരങ്ങളുടെ കാഴ്ചകളിലേക്ക് ഇങ്ങോട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള കാഴ്ചകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു കാഴ്ച, കാരണം നമ്മൾ മൂന്നാറിൽ നല്ല മഴ ഉള്ള സമയത്ത് വന്നാലും മറയൂർ വരുമ്പോൾ ഇപ്പോൾ ഒരു പകുതി ചാൻസേ ഉള്ളൂ മഴ ഉണ്ടാവാൻ. അവിടുന്ന് കുറച്ചുകൂടി നമ്മൾ ഉടുമ്പൻപേട്ട റൂട്ടിൽ ചിന്നാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നല്ല വെയിലായിരിക്കും, നല്ല ചൂടുള്ള കാലാവസ്ഥയായിരിക്കും. ശരിക്കും ഒരു മഴ നിഴൽ പ്രദേശമാണ് ഈ ചിന്നാറെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം രണ്ട് സൈഡിൽ നമുക്ക് കൃത്യമായിട്ട് കാണാം. എങ്കിൽ സൈഡിൽ നിന്ന് നമ്മുടെ കേരളത്തിൻ്റെ സൈഡിൽ നിന്ന് ഈ വലിയ മുടികളും മറ്റേ അത്ര പൊങ്ങി നിൽക്കുന്ന മരനിരകളൊക്കെ ഉള്ളതിനാൽ അവിടെ നിന്നുള്ള മേഘങ്ങൾ ഇങ്ങോട്ട് കിടക്കില്ല. അതേപോലെ ഓപ്പോസിറ്റ് സൈഡിലും തമിഴ്നാട്ടിൽ നിന്നുള്ള ഭാഗത്തു നിന്നും കുറേ മലനിരകളുടെ കാഴ്ചകളുമുണ്ട്. അപ്പോൾ ആ ഒരു ഇത് കിടന്ന് അവിടുന്ന് തന്നെ മേഘങ്ങൾ എനിക്ക് തോന്നുന്നു പലപ്പോഴും ഈ മലനിരകളിൽ തട്ടി അതാത് സംസ്ഥാനങ്ങളിലേക്ക് മഴ പെയ്യിക്കുന്നതായിട്ട് എനിക്ക് പലപ്പോഴും ശരിക്കും അത് അനുഭവവേദി ആവുന്നുള്ളതാണ് നമുക്ക്. കാരണം എന്താ വെച്ചാൽ കൃത്യമായിട്ട് നമുക്ക് കാണാം മലനിരകളുടെ താഴെ ഈ മേഘങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിന്നാറിൽ ഒരുമിച്ച് നമ്മളിപ്പോൾ ചിന്നാറിലോട്ടോ ഉള്ളത് ചട്ടമൂന്നാർന്ന് പറഞ്ഞ സ്ഥലമാണ് നമ്മൾ കടന്നു പോന്നിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചിന്നാറിലൊന്നും മഴ ഉണ്ടാവില്ല. മറയൂരിലേക്ക് വരുമ്പോഴത്തേക്കും മഴയുടെ ആ ഒരു രീതി തന്നെ കുറഞ്ഞു വരുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ആലോചിച്ചിട്ടുണ്ട് കേരളത്തിനോട് ഇത്രയും ക്ലോസ് ആയിട്ട് എടുക്കുന്ന തമിഴ്നാട്ടിൽ എന്താണ് കേരളത്തിലെ അതേ ഒരു കാലാവസ്ഥ വരാത്ത, അല്ലെങ്കിൽ അതിന് ശരിക്കും ഈ പറയുന്ന സഹ്യപർവ്വത നിരകളുടെ ഒരു സാന്നിധ്യമാണ് ശരിക്കും ഇവിടുന്ന് മേഘം അപ്പുറത്തേക്ക് ചെന്ന് ഈ ഇവിടുത്തെ മഴ സമയത്ത് അവിടെ തമിഴ്നാട്ടിൽ മഴ പെയ്യാത്തതും അപ്പോഴത്തേക്ക് മേഘത്തിന് കിടക്കാൻ കഴിയുന്നില്ല ഈ മലനിരകൾ മൂലം. തിരിച്ച് അവിടെ മഴ വന്ന ഒരു സെപ്റ്റംബർ കഴിഞ്ഞിട്ടുള്ള സമയത്ത് ആ മേഘങ്ങൾക്ക് ഇങ്ങോട്ടും പക്ഷേ കുറേ നമ്മൾ ഉച്ച കഴിയുമ്പോഴത്തേക്കും കടന്നു പോരുന്നുണ്ട്. അതാണ് നമുക്ക് തുലാവർഷമായിട്ട് പെയ്യുന്നത്. അങ്ങനെ കുറേ ഇത്തരത്തിൽ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളുണ്ട്. അത്യാവശ്യം നല്ല ക്യാമറ ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് സൂം ചെയ്ത് തന്നെ എടുക്കാൻ പറ്റി. ഞാൻ കുറേ നാളുകളായി ഒരു കാഴ്ച, ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ച അങ്ങനെ പകർത്തണം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഒരു 2 മാസം മുമ്പ് ഇതിൽ പോകുന്നപ്പോഴും ഇത്തരത്തിൽ എനിക്കൊന്ന് അതൊന്ന് വളരെ ആഗ്രഹിച്ച് തന്നെയാണ്. പക്ഷേ അന്ന് നടന്നില്ല. ഏതായാലും ഇപ്പം ഈ ഒരു വരവിൻ്റെ ആ ഒരു സംഭവം ഞാൻ ഫോണിൻ്റെ ഇച്ചിരി ഒരു നല്ല ക്യാമറ ഉള്ള ഒരു ഫോൺ കിട്ടിയപ്പോഴത്തേക്കും എനിക്ക് ആ ഒരു കാഴ്ച വളരെ മനോഹരമായിട്ട് പകർത്താൻ പറ്റി. അതുപോലെ നമ്മളിങ്ങോട്ട് പോകുമ്പോഴത്തേക്കും താഴെ ഏതോ ഇത്തരത്തിൽ വീണ്ടും ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ച ഇത്തരം നല്ല അടിപൊളിയായിട്ട് തന്നെ എനിക്ക് ഈ പ്രാവശ്യം അത് പകർത്താൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. അതേപോലെ ഇത്തരത്തിലുള്ള ആ മലനിരകളുടെ ആ തേയിലച്ചെടികളുടെയൊക്കെ നടുക്കായിട്ട് വാഗമരങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു ചുമന്ന പൂക്കളുമായിട്ട് നിൽക്കുന്ന ഈ മൂന്നാറിലേക്ക് വരുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു കാഴ്ചയാണ്. എനിക്ക് തോന്നുന്നു ഇത് ശരിക്കും ഈ ഇതുപോലത്തെ ഒരു കാഴ്ച, ഈ ഒരു മരങ്ങളുടെ കാഴ്ച എനിക്ക് തോന്നുന്നു നമ്മൾ വാൽപ്പാറ പോകുമ്പോഴും ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതെന്തെങ്കിലും അവിടെ താഴെ ഇവിടെ കുറേ മരങ്ങളുടെ കാഴ്ചകൾ വളരെ രസകരമായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മൾ ഇവിടുന്ന് 42 കിലോമീറ്ററാണ് ഇവിടുന്ന് മൂന്നാറിലേക്കുള്ളത്. അതിൽ നമ്മളൊരു 28 കിലോമീറ്റർ നമ്മുടെ മൂന്നാർ റൂട്ടിലങ്ങ് ചെന്ന് കഴിയുമ്പോഴത്തേക്കും രാജമല എന്നുള്ള ആ ഒരു നാഷണൽ പാർക്കിലേക്ക് എത്തുകയാണ്. ഇവിടെ സംരക്ഷിക്കപ്പെടുന്നത് ശരിക്കും വരയാടുകളാണ്. ഞാൻ ഒരു പ്രാവശ്യമാണ് രാജമലയിൽ പോയിട്ടുള്ളത്. അത് 2004 അന്ന് അന്ന് ഞങ്ങൾ കാറിലാണ് പോയത്. ആ കാറ് ഈ രാജമലയുടെ മുകളിലേക്ക് പോകാൻ സമ്മതിച്ചിരുന്നു. ഏതാണ്ട്
നിസ്സാരമായിട്ടുള്ള ഒരു പൈസയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അതുപോലെ പെർ ഹെഡ് 10 രൂപയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഇപ്പൊ അതിനൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് എന്നാണ് വ്യത്യാസം വന്നിട്ടുണ്ടായാലും. പക്ഷേ ഇപ്പം നമ്മുടെ വാഹനങ്ങൾ അതിൻ്റെ മുകളിലേക്ക് കടത്തിവിടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിഭയങ്കരമായ തിരക്ക് ഈ വരയാടുകളെ കാണാനും അതിൻ്റെ കാര്യത്തിനൊക്കെ ആയിട്ട് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ ആൾക്കാർ ഒരുപാട് ടൂറിസ്റ്റുകൾ പോകാൻ തുടങ്ങി. അതോടുകൂടി അതിഭയങ്കരമായ തിരക്ക് ഞാൻ പറഞ്ഞില്ലേ. അതിൻ്റെ ഇടയ്ക്ക് ഇത്തരത്തിലുള്ള ആ ചുവന്ന പൂക്കളുടെ നല്ല രസകരമായിട്ടുള്ള കാഴ്ചകളില്ലേ. അപ്പോൾ അവിടെ ബ്ലോക്ക് ആവുന്നു. അതുപോലെ ഈ ആടുകൾക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാവുന്നു നമ്മൾ വാഹനങ്ങളൊക്കെ കൊണ്ട് കയറി ചെല്ലുമ്പോഴത്തേക്കും. അങ്ങനെ ഉള്ള കാരണങ്ങളൊക്കെ വന്നതോടുകൂടി അവിടെ ഫോറസ്റ്റ് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തി അവരുടെ സ്വന്തമായിട്ട് അവർ വാഹനങ്ങൾ അവരുടെ ഫോറസ്റ്റിൻ്റെ കീഴിലുള്ള വാഹനങ്ങൾ ഏർപ്പെടുത്തി. അപ്പോൾ അതിൽ വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ അതിന് നിശ്ചിതമായിട്ട് ഒരു സംഖ്യ ഉണ്ട്. അത് എത്രയാണെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഈ അടുത്ത പ്രദേശം ആ ഒറ്റ പ്രാവശ്യം മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. അത് ഈ ഒരു സംഭവമൊക്കെ ഏർപ്പെടുത്തിയ പിന്നെ പോകുന്നില്ല. പക്ഷെ ഇപ്പോൾ ഏതായാലും അവിടെ അതിലൂടെ കടന്നു വരുമ്പോൾ കാണാൻ മിക്കവാറും ബ്ലോക്ക് ആവുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടാവാറുണ്ട്. വണ്ടികളൊക്കെ വന്ന് രണ്ട് സൈഡിലേക്കും കടന്നു പോകാൻ പറ്റില്ലാത്ത ഒരവസ്ഥയൊക്കെ ചില പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ. എന്ന കാര്യം ഒരു വെള്ളിയാഴ്ച കേട്ടോ. ഇപ്പം നാളെ ശനിയാഴ്ച ആയിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മൾ തലേ ദിവസം തന്നെ ബുക്ക് ചെയ്യേണ്ട ഒരു കേസൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ അങ്ങനെ എന്തൊക്കെയോ ഞാൻ അന്വേഷിച്ചപ്പോൾ അങ്ങനെയൊക്കെയാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. തലേ ദിവസം ബുക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുക. അതായത് നിശ്ചിത എണ്ണം പാസുകൾ മാത്രമാണ് അവിടെ നിന്ന് കൊടുക്കുന്നുള്ളൂ എന്നൊക്കെ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. ഏതായാലും ഒന്ന് ഇടയ്ക്കൊന്ന് പോകണം എന്നൊരു ഇതുണ്ട്. പക്ഷേ ഈ തരത്തിലുള്ള കുറേ കാര്യങ്ങളും കൂടെ ഉള്ളതുകൊണ്ട് ഞാനത് ആ ഒരു സംഭവം പതുക്കെ കുറച്ചാൾ കഴിഞ്ഞ് പോകാമെന്നുള്ള ഒരു തീരുമാനത്തിലാണ്. ഏതായാലും നമ്മളത് നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ട് വേണം പോകാൻ എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു അറിവ്. എന്തായാലും അതങ്ങനെ നടക്കട്ടെ. അപ്പോൾ നമ്മൾ ഏകദേശം ഈ പറഞ്ഞ സ്ഥലത്തോട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് അവിടെ വീഡിയോ എടുക്കാൻ പറ്റും എന്ന ആ ഒരു രാജമലയുടെ കാഴ്ചകളും എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വണ്ടിയുടെ ഇടതുഭാഗത്താണ് ഇപ്പോൾ ഇരിക്കുക. ഇടതുഭാഗത്തെ സീറ്റിലാണ് ഇരിക്കുന്നത്. റൈറ്റ് സൈഡിലിരുന്ന ആളാണ് ആ ഒരു രാജമലയുടെ ഒരു സ്ഥലത്തിൻ്റെ കാഴ്ചകളൊക്കെ കിട്ടുള്ളൂ. ഏതായാലും അത്തരത്തിലുള്ള ഈ ചുവന്ന പൂക്കളുടെ കാഴ്ച, അതുപോലെ കുറേ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ, അങ്ങേ അകലെയുള്ള ആ മലനിരകളുടെ കാഴ്ചകൾ, ഇതൊക്കെ ഇങ്ങനെ കണ്ട് ശരിക്കും എനിക്ക് ഞാൻ പറഞ്ഞല്ലോ 1988 ശരിക്കും ഫസ്റ്റ് ബ്രീഡിങ്ങിന് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് 88 ഏപ്രിൽ മാസം, കൃത്യമായിട്ട് പറഞ്ഞാൽ 88 ഏപ്രിൽ മാസം ആ വർഷത്തെ ദുഃഖ വെള്ളിയാഴ്ചയുടെ അന്നാണ് ഞാൻ ഈ റൂട്ടിലൂടെ ആദ്യമായിട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ അമ്മായിയുടെ മകന് മുടി മുറിക്കുന്നതിനായിട്ട് ഞങ്ങൾ പഴനിക്ക് പോയതാണ്. കോതമംഗലം ഡിപ്പോയുടെ 1:45 പുറപ്പെടുന്ന ഒരു പഴനി ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൽ, അത് അവിടുന്ന് 1:45 പോന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം 9:45 ആയപ്പോഴാണ് ഞങ്ങൾ പഴനിയിലെത്തിയത്. അത് അവിടുന്ന് തിരിച്ചെങ്ങാണ്ട് ആ സമയത്ത് പോന്നുകൊണ്ടിരുന്നത് 1:45 1:30 മറ്റുമാണ്. അങ്ങനെ ഞാനിപ്പോൾ ശരിക്കും കൃത്യമായിട്ട് ആ ഒരു വണ്ടിയുടെ ആ ഒരു പോക്ക് ശരിക്കും ഓർത്തിരിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മൂന്നാറിൽ കോതമംഗലത്ത് നിൽക്കുമ്പോൾ മിക്കവാറും മൂന്നാർ കാന്തല്ലൂർ ബസ് കാണാറുണ്ട്. ഈ കാന്തല്ലൂർ ബസ്സിൻ്റെ ആ റൂട്ടിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ അടിമാലി, കല്ലാർ, മൂന്നാർ, മറയൂർ. അന്ന് കല്ലാർ വഴിയാണ് കൂടുതൽ ബസ്സുകൾ പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. മിക്കവാറും മൂന്നാറിന് പോകുന്ന വണ്ടികളെല്ലാം തന്നെ കല്ലാർ വഴിയാണ് പോകുന്നത്. പക്ഷേ ഇപ്പം ആളെ കിട്ടുന്നുള്ള സൗകര്യത്തിന് വേണ്ടി ഇരുട്ടുകാലം എന്ന സ്ഥലത്ത് നിന്ന് താഴത്തേക്ക് ഇറങ്ങി ആനച്ചാല് വഴിയാണ് ഇപ്പോൾ അധികം ബസ്സുകളും പോകുന്നത്. പക്ഷേ കുറച്ച് ദൂരം കൂടുതൽ ഓടുന്ന ബസ്സുകളൊക്കെ ഇപ്പോഴും കല്ലാറ് വഴി പോകുന്ന ബസ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ കുറേ വലിയ മുടികളുടെ ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ നേരെ എതിർവശത്താണ് ശരിക്കും ആനമുടി എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പൊക്കമേറിയ ആ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. ഞാനത് ആദ്യത്തെ വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അത് കൃത്യമായിട്ട് ഈ തരത്തിലുള്ള ശരിക്കും ഒരു മഴക്കാറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു കാഴ്ചകൾ കൃത്യമായിട്ട് കിട്ടിയോന്ന് എന്നുള്ളൊരു സംശയമുണ്ട്. പക്ഷേ ഇപ്പോഴും ചെറിയ തോതിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഈ ബസ്സിൻ്റെ ഗ്ലാസ് വിൻഡോയിലൂടെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇച്ചിരി പൊലിമ കുറവാണ്. ഇപ്പം നമ്മൾ ആ കടന്നു പോകുന്നത് താഴെ കണ്ടത് ഈ തേയില തൊഴിലാളികളുടെ വീടുകളാണ്, ലയങ്ങൾ എന്നാണ് ശരിക്കും അറിയപ്പെടുന്നത്. അതുപോലെ ഒരുപാട് ആ ഒരു വീടുകളുടെ കാഴ്ചകൾ നമ്മളിങ്ങനെ ഇപ്പോൾ വരുമ്പോൾ ഉണ്ട്. ഇപ്പോൾ ഏതാണ്ട് നമ്മൾ മൂന്നാറിലേക്ക് എത്താറായിരിക്കുന്നു. എനിക്ക് തോന്നുന്നു നെയ്മക്കാട് എസ്റ്റേറ്റിൻ്റെ പരിധിയിൽപ്പെട്ട ആ ഒരു
തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൃത്യമായിട്ട് ഞാനിപ്പോൾ ഇവിടെ നോക്കിയിട്ട് ആ സ്ഥലങ്ങളുടെ കാഴ്ചകളൊന്നും സ്ഥലപ്പേരൊന്നും എനിക്ക് കിട്ടിയില്ല കേട്ടോ. കാര്യം ഇതിന് കുറേ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് സ്ഥലപ്പേരുകൾ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് എല്ലാ സമയത്തും കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ താഴെ കുറേ ലയങ്ങളുടെ കുറേ കാഴ്ചകളുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടിമാലിയും കഴിഞ്ഞ് മൂന്നാറും കഴിഞ്ഞ് അടിമാലിയും കഴിഞ്ഞതാ ഇപ്പോൾ എത്തിയിരിക്കുന്നത് നേരെ ചീയപ്പാറ കുത്തിലെ സൈഡിലേക്കാണ്. അപ്പോൾ ചീയപ്പാറയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലെ കാഴ്ചകളുള്ളത്. അപ്പോൾ കൂടുതൽ ഹൈ റേഞ്ച് കാഴ്ചകളും വേറെ കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. നമ്മൾ അങ്ങനെ ആ ചീയപ്പാറയിലേക്ക് ഞാൻ ചീയപ്പാറയുടെ ഫുൾ വീഡിയോ ഒന്നും എടുക്കാൻ പോകുന്നില്ല. ആ ചീയപ്പാറയുടെ ഒരു ചെറിയ കാഴ്ചകളോടുകൂടി തൽക്കാലം ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഗുഡ് ബൈ.